വീഡിയോയിൽ നമ്മൾ കാണുന്നത് AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആണ്. നമ്മളിവിടെ കാണുന്ന NS എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ ഫീൽഡ് മാഗ്നറ്റ് അഥവാ ഫീൽഡ് കാന്തമാണ്. ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ABCD എന്ന ഭാഗത്തെ നമ്മൾ വിളിക്കും ആർമേച്ചർ. R1 R2 എന്നിവ സ്ലിപ്പ് റിങ്ങുകളാണ്. അതിൽ R1 അറ്റാച്ച് ചെയ്തിരിക്കുന്നത് B1 ആയിട്ടും R2 അറ്റാച്ച് ചെയ്തിരിക്കുന്നത് B2 ആയിരിക്കും. R1 എല്ലായ്പ്പോഴും B1 ആയിട്ടും R2 എല്ലായ്പ്പോഴും B2 ആയിട്ടുമായിരിക്കും അറ്റാച്ച് ചെയ്ത് കാണുന്നത്. AC ജനറേറ്ററിൽ ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ടും അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്ന കറണ്ടും AC തന്നെയാണ്. ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ ദിശ കണ്ടെത്തുന്നത്. ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിച്ചാൽ അഥവാ 90 ഡിഗ്രിയിൽ പിടിച്ചാൽ തള്ളവിരൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനെയും ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയും കാണിച്ചാൽ നടുവിരൽ കറണ്ടിൻ്റെ ദിശയും സൂചിപ്പിക്കും. അത്തരത്തിൽ തള്ളവിരൽ ഇവിടെ ചാലകം ചലിക്കുന്ന ദിശ, അതായത് ആർമേച്ചർ ചലിക്കുന്ന ദിശ AB എന്ന് പറയുന്ന ഭാഗം മുകളിലേക്കാണ്. അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. അത്തരത്തിൽ പിടിച്ചാൽ കറണ്ടിൻ്റെ ദിശ, നടുവിരൽ കറണ്ടിൻ്റെ ദിശയെ സൂചിപ്പിക്കും. Aയിൽ നിന്ന് Bയിലേക്ക് ആയിരിക്കും. Aയിൽ നിന്ന് Bയിലേക്ക് എത്തുന്ന വൈദ്യുതി Bയിൽ നിന്ന് Cയിലേക്കും Cയിൽ നിന്ന് Dയിലേക്കും D വഴി Dയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന റിങ്ങായ R2യിൽ നിന്ന് B2 വഴി ഗാൽവനോമീറ്ററിലൂടെ B1ലേക്ക് എത്തും. ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്ന വൈദ്യുതി B2വിൽ നിന്ന് V1ലേക്കായിരിക്കും. അടുത്തതിൽ CD എന്ന ഭാഗത്ത് മുകളിലേക്കാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി Dയിൽ നിന്ന് Cയിലേക്കായിരിക്കും. അത്തരത്തിൽ Cയിൽ നിന്ന് Bയിലേക്കും Bയിൽ നിന്ന് Aയിലേക്കും Aയിൽ നിന്ന് റിംഗ് R1ൽ നിന്ന് R1 അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്രഷ് B1 വഴി അത് B2വിലേക്കായിരിക്കും. ആദ്യത്തെ അർദ്ധഭ്രമണത്തിൽ B2വിൽ നിന്ന് B1ലേക്കും അടുത്ത അർദ്ധഭ്രമണത്തിൽ B1ൽ നിന്ന് B2വിലേക്കായിരിക്കും. AC ജനറേറ്ററിൻ്റെ ആർമേച്ചർ ആദ്യ അർദ്ധഭ്രമണത്തിൽ ഒരു ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യുതിയും അടുത്ത അർദ്ധഭ്രമണത്തിൽ വിപരീത ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യുതിയും ചേർന്നാൽ ACയുടെ ഒരു പരിവൃത്തി അഥവാ ഒരു സൈക്കിൾ ലഭിക്കും. ഒരു സെക്കൻഡിലെ പരിവൃത്തികളുടെ എണ്ണമാണ് ACയുടെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി. ഇത്തരത്തിൽ ഓരോ അർദ്ധഭ്രമണത്തിലും വൈദ്യുത പ്രവാഹ ദിശയിൽ മാറ്റം വരുന്ന വൈദ്യുതിയെ ആൾട്ടർനേറ്റ് കറണ്ട് അഥവാ പ്രത്യാവർത്തിധാര വൈദ്യുതി എന്ന് പറയുന്നു. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ.